ഡയറ്റ് പൊട്ടിച്ചോ? കുറച്ചേ ഉള്ളൂ, ഒരു പിടി. ഇത് ബിരിയാണി ചലഞ്ചിൻ്റെ ബിരിയാണിയാണ് കേട്ടോ. അത് ഒരു സ്പൂണിനുള്ളേ ഉള്ളൂ. കുട്ടികൾക്ക് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇങ്ങനെ കുറച്ച് കിട്ടുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി, എനിക്കിഷ്ടമായി. എന്താ ഏട്ടനോ? ചിക്കൻ ഒന്നും ഇല്ല അവിടെ. ചിക്കൻ കഴിച്ചോ? പ്രോട്ടീൻ നീ കഴിച്ചോ? എന്താ പൊതു കഥ? മറ്റവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ അത്? കുഞ്ഞോ, എന്താ കഥ? വിരുന്ന് പോയിട്ട് വന്നല്ലേ ഉള്ളൂ. അവരൊക്കെ കഴിക്കാണ്. അവരെല്ലാവരും കഴിക്കുക. അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് കഴിച്ച്. നമ്മൾ ഇങ്ങനെ ഒന്നെടുത്തിട്ട് പകുതിയാക്കി കൊടുത്തുട്ടോ. അപ്പം തന്നെ മനസ്സിലാവില്ല എത്ര നമ്മൾ എത്രേ കഴിക്കുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ കുഞ്ഞൻ അനിയൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇനി കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ കാണാം. ചൂടോടെ ബിരിയാണി കഴിക്കാനല്ലേ ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. എനിക്ക് തോന്നാറുണ്ട് ചൂടാറിട്ട് ഇഷ്ടം. എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എന്ത് സാധനം ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ കഴിച്ചിട്ട് വരാം. മക്കളൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കുക കേട്ടോ. ബിരിയാണി നമ്മൾ നേരത്തെ കഴിച്ചില്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? എനിക്കല്ല കേട്ടോ, ഏട്ടന്. എനിക്ക് ഒന്നും വേണമെന്ന് തോന്നില്ല. അപ്പോൾ കോറയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ചില ആൾക്കാർ ഈ കുറുക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല കോറയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട്? കുറച്ച് മതി, അരിയാട്ടിന് മാത്രം മതി, കുട്ടികൾക്കൊന്നും വേണ്ട. എങ്ങനെ പാട്ടൊക്കെ അങ്ങനെ വരും കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പല്ലേ എന്തെങ്കിലുമൊക്കെ പാട്ട് വരും. എന്താ വെള്ളം ഒന്ന് ചൂടാക്കി ഗായിക വരുന്നുണ്ട്, രണ്ട് പാട്ട് പാടാൻ. ഇനി അവിടെ ഇട്ടിട്ടാ വന്നു. ഈ എടുത്തിട്ട് വാ. കുറച്ച് പോരെ? കുറച്ച് മതി, 2 മണി മതി. അതിനപ്പുറത്തേക്ക് വേണം. രാവിലേക്ക് വേണമെങ്കിൽ എടുത്തേക്കാം. കുഞ്ഞൻ തിന്നേനി മാറുഞ്ഞ അതൊരു പാത്രത്തേക്ക് ആക്കിക്കണേ. ഇത് ഗോതമ്പ് പൊടി ഇട്ടോ, കുറച്ചിട്ടാൽ മതി. ഇത് മാത്രമാകുമ്പോൾ എന്താണെന്നറിയോ, അനിയറിന് അത്ര ഒരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവണില്ല. ഒരു തമിഴ്നാടൻ ഡിഷ് ഉണ്ടല്ലോ, ഇങ്ങനെ കുറുക്കി ഒരു ഉണ്ടേക്കണ ഒരു സാധനം, എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടത്. അത് വൈന് കഴിഞ്ഞോ? എന്തിന്റെ ഫൈന്? വൈനോ? അയച്ചോടാ, വൈനൊക്കെ ഉണ്ട്, എടുത്തുതരാം. വൈന് വേണോ സൂര്യ നിനക്ക്? സുകന്യ രാവിലെ അല്ലേ മുടി വളരെയുള്ള എണ്ണ വാങ്ങി കൊടുത്തില്ല പറഞ്ഞിട്ട് സങ്കടം വരയ്ക്കുന്നു. ഈ 10 വർഷം ഇവള് രാത്രി തേച്ചിട്ട് അരയ്ക്ക് മഴ മുടിയായി വരട്ടെ. ഗ്രാമ്പൂ ചെമ്പരത്തി, പിന്നെ പൊടി, ശംഖുപുഷ്പം, കറിവേപ്പില, പിന്നെ ഒരു വേര് പോലെ സാധനം, അത് എന്താ കരിഞ്ജീരകം, ഉലുവ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് 10 ദിവസം വെക്കണം. 10 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അതിന്റെ കളറൊരു ഒരു കളറാവും. ഒരു പിങ്ക് അല്ല, ഒരു റോസ് കളർ വരും, ഒരു വെൽവെറ്റിന്റെ പർപ്പിൾ കളർ വരും. ആ കളർ ഇടുമ്പോൾ നമുക്കത് കുട്ടികൾക്ക് തേക്കാം. ഞാൻ തേക്കാന്ന്. അപ്പൊ അതിലൊന്നും ഉണ്ടാക്കണ്ടേ? അപ്പൊ അത് അരക്കും കുറുക്കൊന്നും വേണ്ടേ? ഏട്ടാ അപ്പൊ ഞാൻ അവളോട് സതിയേട്ടൻ ഞാൻ എന്ത് പറഞ്ഞറിയോ, 10 വർഷം ഈ സംഭവമൊക്കെ തേച്ചിട്ടില്ലേ, ഇവളുടെ മുടി എവിടെ വളർന്നിട്ട് ചോദിച്ചു. അവളുടെ മുടി സ്പ്രിങ് പോലെ കിടക്കല്ലേ. ഞാനപ്പോ ചോദിച്ചു, എന്നിട്ട് അരക്കിയതാ ഏട്ടന്റെ പെങ്ങളും അമ്മയൊക്കെല്ലേ? അവൾക്ക് മുടി ഉണ്ടല്ലോ, എന്താ മുടിയിലുണ്ട്? അത്ര മുടിയില്ലേ? എന്താ അവള് തേച്ചതിന് ഉപയോഗം കാണണമെന്നുണ്ടെങ്കിലേ അവളുടെ കാൽപാദത്തിന് അതുവരെ മുടി. അത് സ്ട്രെയിറ്റ് ആക്കിയതിന് മുടിയുണ്ട്.
എന്നാ സ്ട്രെയിറ്റർ വാങ്ങിക്കൊടുക്കേട്ടാ നിങ്ങളുടെ. പിന്നെ അതിപ്പോ മുടി നീളം വെക്കാന്നല്ല, ഉള്ള മുടി കുഴിയാതിരിക്കണില്ലേ, അതൊക്കെ അതിനൊക്കെ തന്നെയാണ് പതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇതേപോലെ മുടി ഉണ്ടായിരുന്നതാ. ഞാൻ എൻ്റെ ബ്യൂട്ടീസം പോയതാ, വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. പിന്നെ ആ മുടിയില്ലേ ജമ്മത്ത് വരുന്നില്ല. ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു എൻ്റെ മുടി കണ്ടോ? എന്നാ കുഞ്ഞത് ഉണ്ടായിരുന്നു? വലിയമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തു അല്ലേ. എന്നിട്ട് എൻ്റെ വലിയ അടുത്തമ്മയുടെ വലിയേട്ടൻ പിന്നെ പെണ്ണ് കാണാൻ പോണ സമയത്ത് എനിക്ക് അരയ്ക്ക് മുടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാനത് കഴിഞ്ഞ് അവരുടെ കല്യാണം ആയപ്പോൾ ഞാൻ എന്ത് കേട്ടിന്നറിയോ, അന്നാണ് ഫസ്റ്റായിട്ട് നമ്മൾ ത്രെഡൊക്കെ ചെയ്ത ദിവസം. അപ്പോൾ ആവേശം കയറിയിട്ടില്ലേ മുടി വെട്ടുക വെച്ചപ്പോൾ ഒന്ന് മുടി വെട്ടിക്കോളും ചേച്ചിയെ പറഞ്ഞു. അത് യു കട്ടിൽ വെട്ടുമ്പോൾ എത്ര മുടി പോകുമെന്ന് എനിക്ക് അറിയാമെന്നില്ല. ഞാൻ വിചാരിച്ചത് എത്രയൊക്കെ പോകണ്ടാവുള്ളൂ എന്ന്. യു കട്ടിൽ വെട്ടി 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 മുടി ഇത് എത്രയ്ക്കാണ്ടായി. വീട്ടിൽ വന്നപ്പോഴല്ലേ അച്ഛൻ്റെ ഭാഗം ഒന്ന്, വലിയേട്ടൻ്റെ ഭാഗം ഒന്ന്, ചെറിയേട്ടൻ്റെ ഭാഗം ഒന്ന്, അങ്ങനെ എല്ലാവരുടെ വക തന്നെ 3 വകയല്ല, അമ്മയുടെ വക പിന്നെ അതിനെക്കാട്ടിലുമായി 4 വക തല്ല് കിട്ടിയിട്ട് അന്തം മുട്ടക്കും. ഇപ്പോഴൊക്കെ നമ്മൾ തല്ലില്ലല്ലോ. നിനക്ക് തല്ല് കിട്ടിയിട്ടുണ്ടോ? അച്ഛനമ്മയൊക്കെ ചടച്ചിട്ടുണ്ടാവും അല്ലേ? വെറുതെ ഒന്നും തല്ല് കിട്ടിയില്ല, വികൃതി കാട്ടിയിട്ടൊന്നും തല്ല് കിട്ടിയിട്ടില്ല. പിന്നെ തല്ല് കിട്ടാണ്ടിരിക്കോ? കുഞ്ഞിന് തല്ലത്ര കിട്ടിയിട്ടുണ്ട്? കുഞ്ഞിന് ഓർമ്മയില്ല. എന്റെ അമ്മക്ക് ദൂഷ്യം വന്നാലേ സുവിന്, എന്റെ അമ്മക്ക് ദൂഷ്യം വന്നാൽ തല്ലുണേക്കാളും ഇതങ്ങനെ ഒറ്റ അടിയും. ഈ അടിക്കുമ്പോ ഈ ചുണ്ടങ്ങോട്ട് പൊട്ടും നമ്മുടെ. അമ്മ അങ്ങനെ തന്നെ ദേഷ്യം തീർക്കുക. അച്ഛൻ തല്ലാച്ചല്ലേ, അച്ഛൻ തല്ലണ അധികം എന്താണെന്നറിയോ, ഞാൻ ഈ അഞ്ചാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ ചോറ് വയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടോ. വീട്ടിൽ അമ്മ പണിക്കൂലേ, അപ്പോൾ ചോറ് വയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കന്ന് കളിക്കണ പ്രായമല്ലേ, കളിക്കാൻ പോകും ചോറിനരി അടുപ്പത്തിട്ടിട്ട്. അന്നൊക്കെ എന്താ റേഷനരി ഒന്നും ആയിരിക്കില്ല കേട്ടോ, ഉണ്ടരി. അതിൽ വിറകും ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ചിലപ്പോൾ ചോറ് അടി പിടിച്ചിട്ടുണ്ടാവും. അപ്പം അച്ഛൻ പണിയൊക്കെ മാറ്റി ഇങ്ങനെ ലാ പറഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ളത് കിടക്കണ കാണുമ്പോൾ അച്ഛന് വരുമോ വരില്ലേ? അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ആ 2 പ്രാവശ്യത്തിലേക്ക് പൂതി മാറിക്കണം. അതാണ്ടോ. ഇനി ഇത് വേണമെങ്കിൽ നമ്മൾക്ക് നൂൽപുട്ട് ഇതേപോലെ കുഴച്ചിട്ട് നൂൽപുട്ട് വേണമെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കാം കേട്ടോ. ദോശ ഉണ്ടാക്കും. ഇങ്ങനെ കുഴച്ചിട്ടാകുമ്പോൾ ദോശ ഉണ്ടാക്കാം. നൂൽപുട്ട് വേണമെങ്കിൽ ഇതേപോലെ ആക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ? അവന് ദോശ മാത്രമേ പറ്റൂ, അതുകൊണ്ട് ഇപ്പൊ ദോശ ഇല്ല കുഞ്ഞാ. എന്നാ റാഗി കൊണ്ട് ദോശ സുകന്യ എടുത്തമ്മ ഞാൻ ഡയറ്റൊക്കെ ചെയ്യാട്ടോ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ ചപ്പാത്തി കഴിച്ചിട്ട് വേഗം അവിടെ പോയിട്ടുണ്ട്. ഒരു കുണ്ണ ചോറിനു എന്നാ ചോറും തിന്നാ. ഇറച്ചിക്കറി ഇല്ലപ്പോ എങ്ങനെ പിടിച്ചേക്കില്ലേ? ഇങ്ങനെ ഡയറ്റ് ഉണ്ടാക്കിട്ട് എന്താ കാര്യം? നിങ്ങളുടെ തടി കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് തോന്നണം. നിങ്ങൾക്ക് തടി കുറയ്ക്കണം നിങ്ങൾക്ക് തോന്നണം. ഇതില് കുറച്ച് നമ്മൾ ഗോതമ്പ് കൂട്ടിക്കണ എന്തിനാണെന്നറിയോ, ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സംഭവം അടിപൊളിയാണ്. അവള് വെറുതെ ഇറങ്ങിയില്ല കേട്ടോ. 1 2 3 4 5 6 7. അപ്പൊ അതിലെ 3 സുഖനിക്കില്ല കേട്ടോ. അവള് ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ട് പിന്നെയും പോയിട്ട് ചോറ് തിന്നരുത് കേട്ടോ. അതിന് വേണ്ടിട്ട് ഉണ്ടാക്കണ്ട. കണ്ടോ, കാണാൻ തന്നെ എന്ത് രസാലേ. ആത്മാവിൽ ഓഫ് ആക്കേണ്ടി വരുമോ? പാറ്റ വരുന്നുട്ടാ. പാറ്റേ ഉള്ളിലുണ്ടല്ലോ. അങ്ങോട്ട് പോയേ. നോൺ വെജ് ചപ്പാത്തിയാ വരുതേ. ചപ്പാത്തി നോൺ വെജാ വരുന്നത് അറിയാം. സുകന്യ ഉള്ളിൽ കയറി. കുട്ടി അവിടെ എടുത്തിട്ട് ആ കുട്ടീനെ. പാവന്റെ കുട്ടി അവിടെ അതിനൊറ്റയ്ക്കാക്കണ്ടാക്കി പേടിയാ. എടുത്തിട്ട് വാ. എന്താണ് ചപ്പാത്തി വന്നേ? ചപ്പാത്തി അതുകൊണ്ട് വല്ലാണ്ട് കനം കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? കനമൊക്കെ കുറയുന്നുണ്ട്. ഏട്ടൻ പേടിക്കണ്ടേ, ഏട്ടന് ഞാൻ ഓരോന്ന് ഉണ്ടാക്കിത്തരാം. അങ്ങനെ തന്നെ പറ്റുമോ? ഒക്കെ പാടെങ്ങനെ ഉണ്ടാക്കണം? ഓരോന്നായിട്ട് പരത്താൻ പറ്റും. നാളെ നമ്മുടെ ചെനക്കത്തൂർ പൂരം. നാളെ തിങ്കളാഴ്ച ഉണ്ടോ അല്ലേ? നാളെ ചെനക്കത്തൂർ പൂരം.
നൂൽപുട്ട് ഉണ്ടാക്കായിരുന്നു അല്ലേ? നാളെ നൂൽപുട്ട് ഉണ്ടാക്കി തരാം കേട്ടോ ഏട്ടാ. നാളെ നൂൽപുട്ട്. നാളെ ആയിക്കോട്ടെ. റാഗിയും കൊണ്ടോ ഇതിങ്ങനെ ഒരുപാട് എടുത്തേക്കണ്ടേ, വേഗം തീർക്കണം. ചിലപ്പോൾ പൂപ്പിൽ പിടിക്കാല്ലേ ചെയ്ത് കഴിഞ്ഞാൽ കിടന്നു പോയാലേ ഒന്നും കേടുവരില്ല. 5 കിലോ എന്താ മിഷൻ എന്താ പറയുന്നത്? കുളിക്ക് പോയിട്ട് മേലെ എടുക്കിപ്പോ കുളിച്ചില്ലേ കുട്ടി? എന്നാ പോയി കുളിച്ചിട്ട് വാ. അത് നടക്കുള്ളതൊന്നല്ല, അത് അച്ചക്കുള്ളതാ, നടക്ക് വേണം. അതേപോലെ ഇനി എന്താ അറിയാത്തവർക്ക് കേട്ടോ, ചിലർ ഈ കോറ എന്താ ചെയ്യാന്നൊക്കെ വിചാരിക്കില്ലേ, ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉണ്ട ഉണ്ടാക്കാൻ പറ്റും. തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട്. കുട്ടീനെ കൊണ്ടുവന്നോ? നമുക്കേ ഒരു തത്തേനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, തത്തമ്മേനെ. പക്ഷേ തത്തേനെ കിട്ടിയിട്ടുണ്ടേ. നമ്മളെ എന്താ ഒരു കൂട് വാങ്ങിയിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് പറന്ന് പോവാച്ച പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ടപ്പോൾ അതിന് വേറെയുള്ള കിളികൾ കൊത്തി വന്നു. അപ്പം ഇനിയില്ലേ അതൊന്ന് വലുതാവട്ടെ എന്ന് വിചാരിച്ചു. വലുതാവില്ല, ഒന്ന് ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാണ്. കുളി കഴിഞ്ഞോ? പോയി കുളിക്കൂ. മുടി ചീന്തിക്കല്ല, എണ്ണ തേച്ചക്കാണ്. എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത് കുഞ്ഞുണ്ണി എൻ്റെ കുട്ടിയാണോ എന്നുള്ളത്. പൊന്നൂസിനെ കാണാൻ, പൊന്നൂസിനെ കാക്കോണ്ടേ. അപ്പൊ എവിടെ ആയിരുന്നപ്പോ? എവിടെ ആയിരുന്നടാ കുഞ്ഞോ? കുഞ്ഞാ, ഇന്ന് എന്താ കറിന്നറിയോ? ഇന്നത്തെ കറിയാണ് നമ്മുടെ സ്പെഷ്യല്. കോറ ചപ്പാത്തി കൊണ്ട് ആരും തിരക്കൂട്ടാൻ വരില്ല. അതിന് അയ്യോ നാളെ നൂൽപുട്ടാണ്. ഇതുകൊണ്ട് നൂൽപുട്ട് കഴിക്കാൻ വരും കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ, നൂൽപുട്ടിൻ്റെ താഴെയും തേങ്ങ ഇടും, നടുക്കിലും തേങ്ങ ഇടും. അപ്പം അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നൂൽപുട്ട് ഇതേപോലെ തന്നെയാണ്. അത് ഞാൻ ഒരാവി ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഒരാവി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ 8 കിലോ 9 കിലോനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് വെച്ചാൽ ഇങ്ങനെ. ഇതെന്താണെന്നറിയാം പറയാൻ കാരണം, നമുക്ക് പേഴ്സണലായിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇതെന്താ ഉണ്ടാക്കണത് കാണിക്കുന്നത് പറഞ്ഞു വെച്ചാൽ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് മെസ്സേജ് വന്നിരുന്നു, ചേച്ചി എങ്ങനെയാണ് റാഗിയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടോ, ഒരുപാട് നമ്മൾ ഗോതമ്പ് പൊടി കൂട്ടേണ്ട ആവശ്യമില്ല, കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കുഴച്ചില്ലേ, ആ കുഴച്ച പോലെ ചെയ്യുക. ഭയങ്കര മയമായിരിക്കും കണ്ടോ, നല്ല മയമുള്ള സംഭവമായിരിക്കും. ശ്രദ്ധിച്ച് പരത്തണം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് പൊട്ടിപ്പോട്ടോ. കുറച്ചല്ലേ നമ്മൾ ഗോതമ്പ് പൊടി കൂട്ടിയിട്ടുള്ളൂ, ഒരുപാട് നൈസാക്കാൻ പറ്റില്ല. പിന്നെന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ വിരകി കഴിക്കണതെന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇപ്പോൾ ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്നുള്ളതിൽ ഉണ്ടാക്കിക്കുക. പിന്നെ നമ്മൾ വായ്ക്ക് രുചിയല്ലല്ലോ നോക്കുക, നമ്മുടെ ശരീരത്തിന് ഹെൽത്തി അല്ലേ നോക്കുക അല്ലേ. ചേച്ചി കണ്ണേറിൻ്റെ വീട്ടിലേക്ക് നമുക്ക് നാളേക്കുള്ള പരിപാടിക്കുള്ള സംഭവമാണ് കേട്ടോ. എന്താണെന്നറിയോ, നൂൽപുട്ട് മേക്കർ, പാസ്ത മേക്കർ എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. പക്ഷെ ഇതൊരു ഉപകാരമായി തോന്നിയിട്ടോ. ചാർജറിന് കുത്തണ്ടേ? ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് എത്തണ്ട്. ഇത് നമുക്ക് കിട്ടിയത് ഭയങ്കര ഒരു ഉപകാരമാണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ, മുറുക്ക് ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ പാസ്ത മേക്കർ എന്നാണ്. നൂൽപുട്ട് ഉണ്ടാക്കുക വെച്ചാൽ ഞങ്ങൾക്കൊക്കെ എല്ലാവരും പാടെ ചെയ്യുമ്പോൾ 1 കിലോൻ്റെ പൊടി വാങ്ങണം. 1 കിലോൻ്റെ പൊടിയുടെ മുകളിൽ ചിലപ്പോൾ നമ്മൾ എടുക്കും കേട്ടോ. ചിക്കൻ കറിയൊക്കെയെന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് കൂടുതൽ വേണേ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ അവർ തെരുതെരേനെ കഴിക്കുമ്പോൾ അപ്പോൾ ഇരുന്ന് ചിലപ്പോൾ നല്ല സമയം പിടിക്കും. പക്ഷെ ഇതിങ്ങനെ പീച്ചാൻ സുഖമായതും കൊണ്ട് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്താണ് പോയി പഠിക്കുണ്ണി, പോയി പഠിക്കുണ്ണി, ബുക്ക് അവിടെ.
പൊന്തണ കറിയുണ്ടോ അതിൽ? ഇല്ലല്ലോ. എന്തേ ഇതാണ്ടോ? പെണ്ണുങ്ങളോ? ഇവിടെ തന്നെ ഉണ്ടാവില്ല. ഉണ്ടേ. എന്താ പൊന്തണ കറി ഉണ്ടോ? എത്ര നേരം ഇവിടെ ഉണ്ടാവില്ല. ഇതാണ്ടോ? ഇതൊക്കെ പൊന്തി ഇതാണ്ടോ? അപ്പോൾ ഇപ്പം ഈ ഷുഗറുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ എന്താ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് രാത്രി ചോറ് കഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കൂ. ചോറ് ഭ്രാന്തികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ചോറ് മാത്രമല്ല പറ്റൂ. എന്നെ പറഞ്ഞേ ശരി. ഏറ്റവും ചൂടോടെ കഴിക്കണോ? കഴിക്കാം. നേരം വൈകണ്ട അറിയാം. നാളെ അമ്മൂന് ക്ലാസ് ഉണ്ട്. അമ്മോ അച്ഛന് ക്ലാസ് ഉണ്ട്. അച്ചു വേണമെങ്കിൽ പോയാൽ മതി. ആർക്ക് വേണമെങ്കിൽ, അമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛക്ക് വേണമെങ്കിൽ. അപ്പൊ എന്തിനാ ലീവ് എന്നറിയോ? വീട്ടിലിരുന്ന് പഠിക്കാന്. പൊക്കോളൂ. നിങ്ങളിവിടെ വീട്ടിലിരിക്കും. സ്കൂളിൽ പോയിട്ട് ഞാൻ എവിടേക്കാ ഓടേണ്ടി വരിക എനിക്കറിയില്ല. അപ്പോ സ്കൂളിൽ പൊക്കോളൂ. ഇവിടെ ആരും ഇരിക്കണ്ട. കണ്ടോ? നമ്മുടെ സാധാ ചപ്പാത്തി പോലെ തന്നെ പൊന്തി വരും കേട്ടോ. ഉണ്ടല്ലേ? ഗോതമ്പൊടി പരത്തുമ്പോൾ കൂട്ടം കൊണ്ടേ കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വെള്ളി ഇതൊക്കെ തോന്നും. മെല്ലോട്. നമ്മൾ ധൃതിയിൽ ചെയ്യാന്ന് വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ക്ഷമയോടെ വേണം ചെയ്യാൻ. മറ്റേ സാധാ ചപ്പാത്തിമാര് തിരക്കൂട്ടാൻ പറ്റില്ല. കുറച്ച് ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ഇതിൽ കൂടെ അല്ലേ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. എങ്ങനെയാണെന്നറിയോ? ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കില്ലേ, അതുപോലെ ചെയ്യാം കേട്ടോ. അതൊരു പ്രാവശ്യം ചെയ്ത് നോക്കണേ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് നമ്മളത് ചെയ്ത് നോക്കിയിട്ടേ പിന്നെ എന്ത് ടേസ്റ്റാണ് വെച്ചിട്ടാ. പക്ഷെ അതിൻ്റെ കറി അവർ പറഞ്ഞത് തൈരും സാലഡൊക്കെ പാടെ കൂട്ടിയിട്ടില്ല ഏട്ടാ. നമ്മളതല്ല കൂട്ടിയിട്ടല്ല കഴിച്ചെന്ന് മാത്രം. നമ്മൾ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. എനിക്ക് പിന്നെയല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. ആലു പൊറോട്ട ആലുവയല്ല, ആലു പൊറോട്ട അല്ലേ? അത് ചിലപ്പോൾ തെറ്റായിരിക്കും, പറയാൻ പറ്റില്ല. അതാണ്ടോ പൊന്തി വരുന്നത്? ആലു പൊറോട്ട. അത് നോക്കി നോക്ക്. എന്താണ് വെള്ളം അവിടെ പുറത്താടി ഉണ്ണി. എന്നാ ക്ലാസ് എന്നാ അത് നിർത്താം. അടുപ്പിൻ്റെ മുകളിൽ ഇടിക്കടി വെണ്ണേ. ഞാൻ അടുത്ത് തരണോ? അതായത് ഇപ്പോൾ വലിയമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെച്ചാൽ അത് കരിയോളി. അത് മുഴുവൻ തിന്നണം കേട്ടോ. കറി വേണം, കറി. അല്ലാണ്ട് തിന്നാതിരിക്കാൻ പറ്റില്ല. അവൻ്റെ ഒരു കാര്യം ചെയ്ത് നിൽക്കല്ലേ സൂര്യെ. എന്ത് നീ ഇങ്ങനെ സൂര്യെ? അവൻ കഴിച്ചോട്ടെ. നിനക്ക് വേണോ? നീ കഴിച്ചോ. കണ്ടോ? അപ്പോൾ ഐശ്വര്യമായിട്ട് പറഞ്ഞ പോലെ 2-3 മതിട്ടോ. അതിന് കൂടുതലും വേണ്ട, വെറുതെ കളയാൻ. 3 കഴിക്കും. കഴിക്കില്ലേ? 2 തട്ട് തന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 3 എടുക്കാം. കുഞ്ഞുണ്ണിക്ക് കറി വേണ്ട പൊന്നെ? കറി എന്നാ ചിക്കൻ മാമനാണ്. മഞ്ഞക്കറിയാണ് കേട്ടോ. മഞ്ഞക്കറി അതെന്താണെന്നറിയാം? മഞ്ഞക്കറി പറഞ്ഞത് ഇന്നലെ നമ്മൾ വറുത്തരച്ച് വെച്ചില്ലേ, ഞാൻ കുറച്ച് കോഴി വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കോഴിയും കുമ്പളങ്ങി വെക്കുന്ന പോലെ വെച്ചതാണ്. ഇനി അവിടെ പോയിരുന്ന് കഴിക്കാൻ പറ്റില്ല. അവിടെ ഇന്ന് എല്ലാവരും പഠിക്കുകയാണ്. ഏട്ടാ എന്നാൽ കഴിച്ചോളി. അപ്പോൾ എന്താ ഇന്ന് മാല വലിച്ചു പൊട്ടിക്കുക? മാല മുറിച്ച് കളയണമെങ്കിൽ മുറിക്കിട്ട് അത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് നല്ല കാര്യം കിട്ടും. ഇട്ടാൽ മതി. അപ്പോഴേ എന്താ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ.
വിശേഷം നിർത്തുക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണില്ലേ നമ്മുടെ അവസ്ഥകൾ മോശമല്ലേ. വിഷമകരത്തിലാണ് എന്തായാലും പോണത്. അപ്പോൾ നിങ്ങൾ എന്താ എങ്ങനെ പറയുക, നമ്മുടെ അമ്മമാർക്കും അതേപോലെ കുട്ടികൾക്കും ഒക്കെ ഒരു ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ കോറ. ഇങ്ങനെ കുട്ടികൾക്കല്ല എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കോറ എപ്പോഴും വിരകി കഴിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. ഒരുപാട് ഗോതമ്പൊടി ഇടാൻ പോലെ കേട്ടോ, കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ട് അതൊരു പിടുത്തം കിട്ടണവരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് നല്ലൊരു കറിയാണ് വെച്ചാൽ കഴിക്കാം. നാളെ നൂൽപുട്ടാത്തലുണ്ട്. ഞാൻ പിന്നെ തന്നെ കൈക്കും കൊണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. തന്നെ തള്ളില്ല, തള്ളണമെങ്കിൽ വേണം. തന്നെ തള്ളുന്നത്. അമ്മ ഇവിടെ അമ്മ സിറ്റ് ഔട്ടിൽ, ഇവർ രണ്ടുപേരും ഇവിടെ. കുഞ്ഞ റൂമിൽ, കുഞ്ഞുണ്ണി അതാ അവിടെ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ തത്തമ്മയുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ. തത്തമ്മേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചിരുന്നു നമ്മൾ? ഇല്ലല്ലോ, തത്തമ്മേനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ആർക്കും ഒന്നും ഇല്ലാതിരിക്കട്ടെ, നല്ല രീതിക്കൊക്കെ അവസാനിക്കട്ടെ.